വള്ളുവനാടും ഏറനാടും രണ്ട് പഴയ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുരാതന റെയിൽപാത. ഷൊർണൂർ മുതൽ നിലമ്പൂർ വരെ. ഷൊർണൂർ വിട്ടാൽ പിന്നെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ വാടാനംകുറിശി. കേരളത്തിലെ പുനലൂർ ചെങ്കോട്ട റൂട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രകൃതി രമണീയവും കണ്ണിന് കുളിർമയേകുന്നതുമായ ഒരു ഗ്രാമീണ പാതയാണ് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ റൂട്ട്. ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്ന കൊച്ചു കൊച്ചു റെയിൽവേ സ്റ്റേഷനുകൾ. ഇത് വല്ലപ്പുഴ സ്റ്റേഷൻ. പാതയുടെ ഇരുവശത്തും നിറയെ നെൽവയലുകളും വാഴയും കവുങ്ങും മുഴുനീളെ പച്ചപ്പുകൾ മാത്രം. നിലമ്പൂരെന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നിലമ്പൂർ തേക്കാണ്. ലോകപ്രശസ്തമായ തേക്കുകളുള്ള നിലമ്പൂർ വനത്തിൽ നിന്നും തേക്കും വീട്ടിയും കടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി മാത്രമാണ് 1920കളിൽ ബ്രിട്ടീഷുകാർ ഈ പാത നിർമ്മിച്ചത് തന്നെ. ഷൊർണൂരിൽ നിന്നും 66 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയുണ്ടാക്കി മരം മുറിച്ച് കടത്തണമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര വനസമ്പത്താണ് ഇവിടെ നിന്നും കൊള്ളയടിക്കപ്പെട്ടത്. അതൊക്കെ പോട്ടെ, അതെല്ലാം ഒരു പഴങ്കഥ. കുറേ മരങ്ങൾ കൊടുത്തപ്പോൾ ഒരു റെയിൽപാത തന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം. കുന്തിപ്പുഴയും വെള്ളിയാർപ്പുഴയും ഒലിപ്പുഴയും കരിമ്പുഴയും കടന്ന് നിലമ്പൂരിലേക്കുള്ള ഈ യാത്ര എത്ര മനോഹരമാണ്. നിലമ്പൂരിൽ നിന്നും ഊട്ടിയിലേക്ക് 100 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഭാവിയിൽ അങ്ങനെയും ഒരു പാത പ്രതീക്ഷിക്കാം. ഈ പാത നിലമ്പൂർ വരെ മാത്രമാണുള്ളത്. നിലമ്പൂർ മുതൽ വയനാട് സുൽത്താൻ ബത്തേരി വഴി കർണാടകയിലെ നഞ്ചൻകോട്ടയ്ക്കുള്ള പുതിയ പാതയുടെ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാത പ്രാബല്യത്തിൽ വന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള വിനോദസഞ്ചാര പാതയായി മാറും ഈ പാത. ട്രെയിൻ ഷൊർണൂർ വിട്ടാൽ പിന്നെ അങ്ങാടിപ്പുറത്താണ് ഒരു ക്രോസിംഗ് ഉള്ളത്. ഒറ്റവരി പാതയായതിനാൽ ഒരു ട്രെയിൻ പോയതിനു ശേഷം മാത്രമേ അടുത്ത ട്രെയിൻ പുറപ്പെടാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും ഒരു നിമിഷം പോലും ലാഗ് ചെയ്യാതെയാണ് ഇവിടെ ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. നിറയെ തേക്കുമരങ്ങളാൽ സമ്പന്നമായിരുന്നു ഈ റെയിലിൻ്റെ ഇരുവശങ്ങളും ഈ അടുത്ത കാലം വരെ. ഈ ഗ്രാമീണ ഭംഗി ആസ്വദിക്കലാണ് ഈ യാത്രയിലെ ഏറ്റവും നല്ല വിനോദം. ഒന്നര മണിക്കൂറുള്ള ഈ യാത്രയിൽ ഈ ഗ്രാമീണ ഭംഗി ആസ്വദിക്കുന്നതുകൊണ്ട് സമയം പോകുന്നത് അറിയുന്നതേയില്ല. തിരക്കുകളില്ലാത്ത വളരെ നിശബ്ദമായ റെയിൽവേ സ്റ്റേഷനുകൾ, വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം. കവുങ്ങുമരങ്ങളാണ് ഈ പ്രദേശത്ത് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. കാർമേഘങ്ങൾ മൂടിക്കെട്ടിയ ഈ അന്തരീക്ഷത്തിൽ ഈ ദൃശ്യം ഒന്ന് കാണുന്നത് വളരെ മനോഹരമാണ്. തലേന്ന് പെയ്ത മഴയുടെ വെള്ളക്കെട്ടുകൾ അങ്ങിങ്ങായി കിടക്കുന്നു. മേഘങ്ങൾ തണുത്ത് പെയ്യാൻ പാകത്തിന് നിൽക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ ഒരു മഴ കൂടി പെയ്താൽ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയായിരിക്കും. മലയോര പ്രദേശമായതിനാൽ റബ്ബറും ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ. ഗുൽമോഹർ പൂക്കൾ കൊണ്ട് ചോപ്പണയിച്ചിരുന്ന മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. വേനൽക്കാലം അടുക്കുമ്പോഴാണ് ഗുൽമോഹർ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ചോപ്പണിഞ്ഞു നിൽക്കുന്ന മേലാറ്റൂരിനെ കാണാൻ ഒരുപാട് സന്ദർശകർ ആ സമയങ്ങളിൽ ഇവിടെ എത്താറുണ്ട്.
ഖിലാഫത്തിന്റെ ചുടുചോര വാർന്ന തുവ്വൂരും തുവ്വൂർ കിണറും ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു. തുവ്വൂർ റെയിൽവേ സ്റ്റേഷൻ. ആശാന്റെ ദുരവസ്ഥയും ഓർക്കാതെ വയ്യ. പണ്ടൊക്കെ വനപ്രദേശങ്ങളായിരുന്നു ഇവിടെ മുഴുവൻ. ഈ ഭാഗത്തു നിന്നൊക്കെയാണ് ഒരുപാട് മരങ്ങൾ മുറിച്ചു കയറ്റി ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിരുന്നത്. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു അപൂർവ കാഴ്ച കാണാനിടയായി. നമ്മുടെ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ഒരു സൈനികനെ സ്വീകരിക്കാനായി അദ്ദേഹത്തിൻ്റെ കുടുംബവും സുഹൃത്തുക്കളും വാണിയമ്പലം സ്റ്റേഷനിൽ എത്തിച്ചേർന്ന കാഴ്ച. ജവാനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു. അടുത്ത ഡെസ്റ്റിനേഷനാണ് നിലമ്പൂർ റോഡ്. 60 കിലോമീറ്ററുകൾ പിന്നിട്ടിരിക്കുന്നു. മങ്ങലേൽക്കാത്ത മങ്ങാത്ത ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ. അങ്ങനെ കുന്തിപ്പുഴയും വെള്ളിയാർപ്പുഴയും ഒലിപ്പുഴയും കരിമ്പുഴയും കടന്ന് ചരിത്രമുറങ്ങുന്ന നിലമ്പൂരിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ കഥകൾ പറയാനുള്ള ഏറനാടിൻ്റെ മടിത്തട്ടിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം തീർത്തും പറയാം. ഈ പാതയുടെ ഇരുവശത്തുമുള്ള മരങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ മുറിച്ചു മാറ്റപ്പെട്ടതാണെങ്കിലും ആ പഴയ ഭംഗി പോയി എന്നത് തീർച്ചയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് വികസിച്ചിരിക്കുകയാണ്. ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. സമാധാനപരമായിട്ടുള്ളൊരു യാത്ര. അതായിരുന്നു ഷൊർണൂർ മുതൽ നിലമ്പൂർ വരെ അനുഭവിക്കാൻ കഴിഞ്ഞത്. ഇതാണ് പുതിയ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം. പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്നാൽ പിന്നെ മലപ്പുറത്തുകാരുടെ അയില മുളകിട്ടതും പൊറോട്ടയും കഴിക്കാതെ എങ്ങനെയാ തിരിച്ചു പോവുക? ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള വണ്ടി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഡെഡ് എൻഡ്. ഇവിടുന്ന് അങ്ങോട്ടാണ് നഞ്ചങ്കോട്ടയ്ക്കുള്ള പാത പൂർത്തിയാക്കാനുള്ളത്. അതെത്രയും പെട്ടെന്ന് പൂർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നു. തിരിച്ച് ഷൊർണൂരിലേക്കുള്ള യാത്രയാണ്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന കമൽ ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷനായിരുന്നു ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഇന്ന് റെയിൽവേ സ്റ്റേഷൻ പുരോഗമിച്ചതുകൊണ്ട് അന്നത്തെ ആ ഗ്രാമീണ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഷൊർണൂരിലേക്ക് തിരിച്ചുള്ള യാത്രയിൽ ഷൊർണൂർ മംഗലാപുരം പാതയാണ് ഈ കാണുന്നത്. നിലമ്പൂർ വനാന്തരങ്ങളിലെ തണുപ്പ് വിട്ട്
ഈ പാലക്കാടിൻ്റെ ചൂട് പതുക്കെ ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് ഞങ്ങളുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. മതിവരാത്ത കാഴ്ചകൾ സമ്മാനിച്ച നിലമ്പൂർ യാത്ര എന്നും നല്ലൊരു ഓർമ്മയായിരിക്കും. യാത്രയെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവർക്ക് ഈ ഒരു യാത്ര നല്ലൊരു അനുഭവമായിരിക്കും. ഇത്തരം കാഴ്ചകൾ കാണണമെങ്കിൽ ഷൊർണൂർ തന്നെ വരണം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത കൂടിയുണ്ടേ. ഒരിക്കൽ കൂടി എല്ലാവരെയും നിലമ്പൂർ യാത്രയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഷൊർണൂർ ജംഗ്ഷൻ വിട പറയുന്നു. നന്ദി, നമസ്കാരം.